ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ ക്ഷീണങ്ങളെല്ലാം ഇന്ന് തീർന്നു. ഓക്കെ, എല്ലാവർക്കും ഹാപ്പിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ രണ്ട് ചാൻസാണ് നമ്മളിന്ന് എടുത്തത്. രണ്ട് ചാൻസും ടാർജറ്റ് നമുക്ക് ഹിറ്റായി. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്ഷീണങ്ങൾ മുഴുവൻ ഇന്നലെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് പാർട്ട് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് ലാഭവും നഷ്ടവും ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ പൊട്ടിത്തെറിക്കുക എന്നുള്ളതല്ല. ഓക്കെ, വരുന്നതിനെ മാനേജ് ചെയ്ത് നഷ്ടത്തിൻ്റെ തീവ്രത കുറച്ച് ലാഭം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഇനി ഭാവിയിൽ പഠിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ ബഡ്ജറ്റാണ്. അപ്പോൾ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം. ലെവലുകളൊന്നും നാളെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നാളെ ഒരു ഇവൻ്റ് ഡേ ആണ്. ആ ഇവൻ്റ് ഡേകൾ ലെവലുകൾ വർക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവ്. ലെവലുകളുടെ പെർഫോമൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം ഭയങ്കര വയലൻ്റ് മൂവ് ആയിരിക്കും. ഓരോരോ പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും ഒക്കെ അതിനനുസരിച്ച് മാർക്കറ്റ് പ്രതികരിക്കും. ആ പ്രതികരണം ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ അപ്പുറമായിരിക്കും. അപ്പം ഒരു ക്യാൻഡിലെ തന്നെ ചിലപ്പം നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ 100 പോയിന്റ് 150 പോയിൻ്റൊക്കെ ചിലപ്പോൾ ഒറ്റ ക്യാൻഡിൽ വീഴാനുള്ള സാധ്യത, അല്ല കയറാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാൻഡിൽ 500 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് വീഴും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നും നിന്നൊന്നും വരത്തില്ല, ഒക്കെ ഓവർ റൈഡ് ചെയ്ത് പോകും. അപ്പം നാളെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് എന്താ സംഭവിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പോസ്റ്റ് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇന്നലെ ക്യാൻഡിൽ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം 50 പോയിന്റ് താഴെയാണ്. ഓക്കെ, നമ്മുടെ റേഞ്ചിനകത്താണ് ക്ലോസ് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് 50 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്. അപ്പോൾ ഇന്നലെ ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സി നോക്കാം. സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മളുടെ ഈ റെഡ് ലൈൻ 23,265 ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് നമുക്കൊരു സി മേലോട്ട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കറ്റ് പതിയെ മേലോട്ട് പോയി, താഴോട്ട് പോയി, മേലോട്ട് പോയി, താഴോട്ട് പോയി, പതുക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മുടെ ടാർജറ്റ് ഫസ്റ്റ് 1 അടിച്ചു, 2 അടിച്ചു, 3 ടാർജറ്റ് അടിച്ചു. വീണ്ടും തിരിച്ച് താഴെ വന്നപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു ചാൻസ് എടുത്തു, അതും ടാർജറ്റ് അടിച്ചു. അങ്ങനെ 3, 1, 4 ടാർജറ്റ് മൊത്തം ഇന്ന് കിട്ടി. 4 ഒന്നും എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റി കാണത്തില്ല, അറിയാം. പക്ഷെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മളിട്ട പോളും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി. ഇനി കൂടുതൽ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. അതിനിടയിൽ ഇന്ന് സ്ക്രീൻഷോട്ടിന് വിഷയം ഉണ്ടായി. ദൈവത്തെ ഓർത്ത്, ഓക്കെ, ഞാൻ നിങ്ങളോടൊരു സ്നേഹത്തോടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. അല്ലാതെ അത് പുറത്ത് ഒരു മൂന്നാമത് തേർഡ് പാർട്ടിക്ക് കൊടുത്ത് നിങ്ങളതൊരു സായുജ്യം അടയാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ എന്തിനാ സ്ക്രീൻഷോട്ട് ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മഹിമയോ എൻ്റെ മിടുക്കോ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. ബട്ട് നിങ്ങൾക്കൊരു ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇടുന്നത്. ഓക്കെ, അത് മറ്റൊരു രീതിയിൽ മിസ്യൂസ് ചെയ്യുമ്പം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പം നിങ്ങളിപ്പോൾ ഇനി ഇപ്പം എന്നെ അറിയാവുന്ന ഇവിടെ എന്തുമാത്രം നമ്മുടെ മലയാളികൾക്കിടയിൽ എത്രയോ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ എന്നെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ കാണും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അവിടെ ഷെയർ ചെയ്യുമ്പം ചിലപ്പം എൻ്റെ സ്റ്റൈലും എൻ്റെ പാറ്റേൺസും അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുക്ക് വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എവിടെ കൊണ്ടിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുക്ക് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾ ഒരു സാധനം അവിടെ ഷെയർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആൾക്കാർ മെസ്സേജ് അയച്ചു, ചേട്ടൻ്റെ സ്ക്രീൻഷോട്ട് ഇതുപോലെ വേറെ ആൾ മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആളെ തന്നെ വിളിച്ചു. ഞാൻ പേരുന്നാളൊന്നും പറയുന്നില്ല. ആളെ തന്നെ വിളിച്ചു, പിന്നെ അത് ക്ലിയർ ചെയ്തു. ഓക്കെ, അത് പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം, ഞാനത് എന്താ പറയുന്നത്, ഒരു നല്ല ഉദ്ദേശം വെച്ച് ചെയ്യുന്ന കാര്യം പിന്നെ അത് അവസാനം എനിക്ക് വിനയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യല്ലോ. ഓക്കെ,
അപ്പം നമുക്ക് നാളെ ഇനി നാളെ എന്താ ഞാൻ പറയേണ്ടത്, കാരണം ലെവലുകൾ ഒന്നും നാളെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. എങ്കിൽ നമുക്ക് ഈ ലെവലുകളൊക്കെ വരച്ചിട്ടേക്കാം അവിടെ. ഈ കാണുന്ന ലെവലുകളൊക്കെ തന്നെ അങ്ങനെ തന്നെ കിടന്നോട്ടെ, നമുക്കൊന്നും ഒന്നും നമ്മളിതിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ഈ ലെവലൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ കളഞ്ഞേക്കാം. ഓക്കെ, ഈ ലെവലിൽ ഇനി മുകളിലോട്ട് നാളെ മുകളിലോട്ട് നമുക്ക് ടാർഗറ്റ് 4 എന്ന് ഞാൻ വരച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ, 23,692. ഓക്കെ, അതാണ് നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇങ്ങനെ അതിനകത്ത് ടാർഗറ്റ് വരയ്ക്കാൻ പറ്റില്ല. നാളെ ലൈവ് മാർക്കറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനുശേഷം പിന്നെ നമുക്ക് പോകേണ്ടത് 24,086 ബട്ട് ഇതിനിടയിൽ 24,000 എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. ഈ 23,900 നമുക്കൊരു സൈക്കോളജി ഒരു സപ്പോർട്ടാണ്, 23,900. ഓക്കെ, ഇതൊന്ന്. പിന്നെ അടുത്തത് 24,000 പിന്നെ ഉണ്ട് അവിടെ. 24,000 ഞാൻ അവിടെ ചുമ്മാ വരച്ചിട്ടേ, നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. 24,000. ഓക്കെ, 24,000. ഓക്കെ, അതും കൂടെ അവിടെ മാർക്ക് ചെയ്തിട്ടേക്കെ. ഒരു സെക്കൻഡ്. 24,000. ഓക്കെ, 24,000. ഇത് 2 പോയിന്റ് ഇവിടെ കിടന്നോട്ടെ. ഇത് നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ മാർക്കറ്റ് പതുക്കനെയാണ് നീങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പോൾ ഒരു റെസൻസിനുള്ള സാധ്യത അവിടെ ഉണ്ട്. അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,086 ഒരു നമുക്കൊരു നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണേണ്ടത് 24,086. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നോട്ടെ. ഇതിന് മുകളിലോട്ടാണ് നമുക്ക് ടാർഗറ്റ് ഉള്ളത്. ഞാൻ വരച്ചിട്ടേക്കാം അവിടെ. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, നാളെ നമുക്ക് ഈ ലെവലുകൾ വർക്ക് ചെയ്യുന്ന കാര്യം വളരെ സംശയമാണ്. കാരണം മാർക്കറ്റ് അതുപോലെ വയലൻ്റ് മൂവ് ആയിരിക്കും. നാളെ നിങ്ങൾ എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഇട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം മുകളിലോട്ടുള്ളത് ഞാൻ ഇടണോ? ഇട്ട് വെച്ചേക്കാം. പനി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, 24,086 ഇത്രയും കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ടാർഗറ്റുകൾ ഇവിടെ കിടന്നോട്ടെ. ഇത് ഞാൻ ഇനി ഈ ടാർഗറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കട്ടെ. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂഷൻ ആവും ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കിടന്നോട്ടെ നമ്മുടെ. ഓക്കെ, ഇനിയിപ്പം ഈ ലൈനുകൾ ഇതിൻ്റെ ആവശ്യം ഇനിയില്ല, ഈ ബ്ലൂ ലൈൻ്റെ ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. പക്ഷെങ്കിൽ നമുക്ക് നോക്കാം എന്താ അവിടെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ നോക്കാം. നമുക്ക് ഈ സാധനത്തെ കുറച്ച് താഴോട്ടിറക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അതിനിപ്പോൾ അവിടെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് ഏകദേശം ഒരു സെറ്റപ്പായി ഇല്ലേ. ഞാൻ വീണ്ടും പറയുന്നു, നാളെ ലെവലുകൾ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും നമുക്ക് ലൈവ് മാർക്കറ്റ് നോക്കാം. ലൈവ് മാർക്കറ്റ് ഞാൻ കാണും. നാളെ എനിക്ക് ഓഫാണ്. നാളെ കഴിവതും ഞാൻ ലൈവിൽ വരാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ലൈവ് കാണും എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ മറന്നു പോകല്. ട്രെൻഡ് ലൈൻ മെയിൻ സംഭവമാണ്. നമുക്ക് അതിന് ശേഷം മാർക്കറ്റ് ഇത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഫർദർ ഫോൾ കാണും. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മൾ ഈ വരച്ച ലൈനുകളൊക്കെ തന്നെ. ഓക്കെ, ഇതിങ്ങനെ ഈ ലൈനുകളൊന്നും മാറ്റണ്ട, ഇതെല്ലാം മാറി അങ്ങനെ തന്നെ കിടന്നോട്ടെ. 24,086 ടോപ്പ്, അടുത്ത 24,000, പിന്നെ 23,900, പിന്നെ 23,692. ഓക്കെ, പിന്നെ 23,513. ഇപ്പോൾ 23,508 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് നാളെ രാവിലെ മാത്രമേ അറിയത്തുള്ളൂ. താഴോട്ടാണെങ്കിൽ ഓൾറെഡി ലെവലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഈ ലെവലുകൾ തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രശ്നം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മതി. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഫോൾ പിന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് നാളെ മാർക്കറ്റ് എങ്ങനെയാണ്, ബജറ്റിനകത്തിലെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ താഴോട്ട് ഇവിടെ നമ്മൾ വരച്ചില്ലല്ലോ അല്ലേ, ഇവിടുന്ന് താഴോട്ട്. ഓക്കെ, ഇതാണ് ടാർഗറ്റ്. ഇത് വരച്ചിട്ട് നിങ്ങളുടെ ലൈനിൽ വരച്ചു വെക്കുക കേട്ടോ. ഇവിടുന്ന് താഴോട്ട് ഇതിങ്ങോട്ട് ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നാളെ. അപ്പോൾ നാളെ ബജറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ് നിർമ്മല സീതാരാമൻ്റെ വായിൽ നിന്ന് വീഴുന്നത്, അതിനനുസരിച്ച് ഓരോ വാക്കുകൾക്കും ഓരോ ക്യാൻഡിലുകളുടെ ഘനമായിരിക്കും. മനസ്സിലായി? ഓരോ വാക്കുകൾക്കും ഓരോ ക്യാൻഡിലുകളുടെ ഘനമായിരിക്കും. അപ്പം പ്രത്യേകിച്ച് നാളെ എന്താണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ
നമുക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റേ ടാക്സിൻ്റെ സ്ലാബുകൾ അത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു എക്സംഷൻ കൂട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മാർക്കറ്റിനുണ്ട്. അതായത് ഇൻകം ടാക്സിൻ്റെ സ്ലാബുകൾ, അതായത് 7,000 എന്നുള്ള 10 ലക്ഷം, 7 ലക്ഷം എന്നുള്ള 10 ലക്ഷമോ അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യത. അപ്പോൾ ഒരു വേവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് സാലറി മിഡിൽ ക്ലാസ്സിന് കുറച്ച് പിന്നെ ആശ്വാസം കിട്ടും എന്നൊരു ധ്വനി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചിനകത്തിൽ നമ്മൾ കേട്ടു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ LTCGയോ STCGയോ കുറയ്ക്കുമോ എന്ന് ഉറപ്പൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷം കൂട്ടിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വർഷം കുറയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു എന്താ പറയുന്നത്, അവരുടെ ആ സ്റ്റെബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നൊരു കേസ് കേട്ടോ. അതുകൊണ്ട് അവരത് ചെയ്യുവാൻ സാധ്യത കുറവാണ്. പിന്നെ STT കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് കണ്ടറിയാം. അപ്പം പിന്നെ കോർപ്പറേറ്റ് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നാളെ ഇത്ര സമയം കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൂടെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മാർക്കറ്റിൽ എപ്പോഴും നിങ്ങൾ ടാർഗറ്റ് ഇട്ട് നിങ്ങൾ പിന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും കണ്ണിൽ കണ്ടുകൊണ്ട് അന്നേരം ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കല്ലേ. എപ്പോഴും എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് അത് ഇട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നെങ്കിൽ അങ്ങനെ പല പ്രാവശ്യമായിട്ട് റീ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ നോക്കിയിരുന്ന് മൊത്തത്തിൽ കൊലയോടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കില്ല. അത് നിങ്ങളെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കത്തേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അപ്പം ഇന്ന് എല്ലാവരും ഇന്ന് പോള് കണ്ടു. ഇപ്പോൾ ഏകദേശം ഇതുവരെ, ഇപ്പോൾ ഞാൻ നേരത്തെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 3/4 മണിക്കൂറായി. അപ്പം അതുവരെ ഇപ്പോൾ 60 പേര് പ്രോഫിറ്റിലും 18 പേര് ലോസിലുമാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ലൊരു പോള് ഇതിനകത്തിൽ കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നലത്തെ സങ്കടങ്ങളൊക്കെ മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നലെയാണ് ഞാൻ വീഡിയോ ലേറ്റായിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾ ആരും വളരെ കുറച്ച് പേര് വ്യൂസ് വളരെ കുറവായിരുന്നു. കാരണം എല്ലാവരും കണ്ടില്ല. അതിപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം എനിക്ക് സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അത് ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാണ് നേരത്തെ തന്നെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാം. ലൈവിൽ നാളെ ഞാൻ കാണും. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.